വ്രതശുദ്ധിയോടെ കണക്കിന് പതിനായിരക്കണക്കിന് ഭക്തർ പൊങ്കാല അർപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30-ക്കാണ് നിവേദ്യ സമർപ്പണം നടക്കുക. അതിനായുള്ള കാത്തിരിപ്പിലാണ് ഓരോ സ്ഥലങ്ങളിലും. തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, കിഴക്കേക്കോട്ടയിൽ, തമ്പാനൂരിൽ, പ്രധാന ഇടങ്ങളിൽ ക്ഷേത്ര തലസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും എന്ന് പറയാം നമുക്ക്. കാരണം അത്രയധികം ചുറ്റളവിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടോ, ഡ്രോൺ ദൃശ്യങ്ങളാണ്. നമ്മുടെ ക്യാമറമാൻ ജിതിൻ നൽകുന്ന ഡ്രോൺ ദൃശ്യങ്ങളാണ്. എത്ര ദൂരത്തോളം പരന്നു കിടക്കുകയാണ് ഈ ഒരു ആളുകളുടെ എണ്ണം കൂടുന്നത്. ഓരോ വർഷവും അതിനനുസരിച്ച് ഓരോ സ്ഥലത്തും ആളുകളുടെ എണ്ണം, ഈ പൊങ്കാല അർപ്പിക്കാനുള്ള ഭക്തലക്ഷങ്ങളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉച്ചയ്ക്ക് 2:30-ക്കാണ് നിവേദ്യ സമർപ്പണമുള്ളത്. ഇതിനിടയിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ പുകയാണല്ലേ മൊത്തം കാണാൻ. ചൂടിനൊപ്പം പുക കൂടിയാവുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇതിനൊക്കെ മറികടന്നുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ പൊങ്കാല. ദൃശ്യം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരം ജില്ല തലസ്ഥാന നഗരമാകെ ഒരു ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ഒരുങ്ങിയൊരു ദൃശ്യമാണ് കാണുന്നത്. ഇത് ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപമുള്ള ഗ്രൗണ്ടിന്റെ ദൃശ്യങ്ങളാണെന്നാണ് തോന്നുന്നത്. കാരണം എല്ലായിടത്തും ആളുകൾ ഇതുപോലെ അടുപ്പ് കൂട്ടിക്കൊണ്ട്, പക്ഷേ കൃത്യമായ ക്രമീകരണമാണ് കണ്ടോ. വാഹനങ്ങൾ പോകാനൊക്കെ കൃത്യമായ സ്ഥലം ഒഴിച്ചിട്ടുണ്ട്. ആംബുലൻസിന് പാർക്ക് ചെയ്തിരിക്കുന്ന അതിനുള്ള സ്ഥലം ഒഴിച്ചിട്ടുകൊണ്ട് വളരെ വൃത്തിയായ ക്രമീകരണമാണ്. അടുക്കും ചുറ്റിയോടും കൂടി ഇത്രയധികം ആളുകൾ വരുമ്പോഴും ഇത്ര അടുക്കും ചുറ്റിയോടുകൂടിയാണ്. എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ ക്രമീകരണങ്ങൾ അത്ര കൃത്യമായി വൃത്തിയായി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. വാഹന നിയന്ത്രണം ഉൾപ്പെടെ യാത്രക്കാർക്ക് തിരിച്ചു പോകാനുള്ള സൗകര്യം, KSRTC-യുടെ അധിക സർവീസ് ഉൾപ്പെടെ. പിന്നീട് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും നിർജ്ജലീകരണമൊന്നും ഉണ്ടാകാതിരിക്കാൻ വരുന്ന ഭക്തർക്ക് ഭക്ഷണം, വെള്ളമൊക്കെ, മറ്റ് സന്നദ്ധ സംഘടനകളും കൂടിയുണ്ട്. ഭക്ഷണവും വെള്ളവും ഒക്കെ എത്തിക്കാനായിട്ട്. കനത്ത ചൂടുമാണ് തലസ്ഥാനത്ത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ വോളണ്ടിയേഴ്സ് നിൽക്കുന്നതൊക്കെ കാണാമായിരുന്നു. അവരൊക്കെ കൃത്യമായിട്ട് ഇടപെടൽ നടത്തുന്നുണ്ട് ഓരോ കാര്യങ്ങളിലും ഈ ഭക്തരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനായിട്ട്. എന്തായാലും അഷ്നയിലേക്ക് പോകാം അല്ലേ, നമുക്ക് അഷ്ന ക്ഷേത്ര പരിസരത്താണുള്ളത്. അഷ്നയിലേക്ക് പോകാം. അഷ്ന, ഇപ്പോഴും ഇനിയുള്ള കാത്തിരിപ്പ്, ഇനി അധിക സമയമില്ല. ഇപ്പോൾ 1 മണി ആവാറായി തുടങ്ങി. 2:30 തന്നെയാണ് നിവേദ്യ സമർപ്പണം നടക്കുന്നത്. അപ്പോൾ അതിനു മുന്നോടിയായിട്ടുള്ള അവരുടെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവുക അല്ലേ ഈ നിവേദ്യ സമർപ്പണത്തിനുള്ള? ശ്രുതി, തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് വിഷ്വലിൽ കാണുന്നുണ്ടെങ്കിൽ അറിയാം, ഈ ഒരു പൊങ്കാല ഇട്ട ഭാഗത്ത് ആളുകളെല്ലാം തണലിലേക്ക് മാറിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമാണിപ്പോൾ. കുറച്ച് പേര് അമ്പലത്തിനകത്ത് തൊഴാനുള്ള ക്യൂവിൽ നിൽക്കുന്നുണ്ട്. ഈ പുറകിൽ കാണുന്നത് പോലെ ക്ഷേത്രത്തിനകത്തേക്ക് തൊഴാൻ വരുന്നവരുടെ തിരക്കാണ് കാണപ്പെടുന്നത്. ഒരൊറ്റ നോട്ടം ദേവിയെ കണ്ട് ഈ പൊങ്കാല സമർപ്പിക്കാനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് ഭക്തജനങ്ങൾ എല്ലാവരും. ഈ ഒരു ക്യൂ നീണ്ടു പോകുന്നത് അമ്പലത്തിന്റെ ശ്രീകോവിലിനകത്തേക്കാണ്. അവിടെ ഒരു വഴിയിൽ കൂടി തൊഴാനുള്ള ആളുകളെയും മറുവഴിയിൽ കൂടി തൊഴുത് മടങ്ങിയവരെയുമാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ചു പേര് ഇതിന്റെയൊക്കെ തണൽ നോക്കിയിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. കാരണം പൊങ്കാലയെല്ലാം ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട്. അടുപ്പുകളിലെല്ലാം പൊങ്കാല വാഴയില കൊണ്ട് മൂടി വെച്ച് ഭദ്രമാക്കി വെച്ചിട്ടാണ് ഇവരെല്ലാവരും തൊഴാൻ വേണ്ടി പോയിരിക്കുന്നത്. ഇനി 2:30 കൂടി കുറച്ച് മണിക്കൂറുകൾ, അതായത് ഏകദേശം 1.5 മണിക്കൂർ കൂടി കാത്തിരിക്കേണ്ടി വരും നിവേദ്യം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. 2:30 കൂടിയാണ് നിവേദ്യ സമർപ്പണം നടക്കുന്നത്. അതോടുകൂടി ഈ ഒരു പൊങ്കാല സമർപ്പണത്തിന്റെ ചടങ്ങുകൾ പൂർത്തീകരിക്കും. പിന്നീട് ഇന്ന് വൈകിട്ട് ദേവിയെ എഴുന്നള്ളിക്കും. അത് എഴുന്നള്ളിക്കുന്നതിന്റെ ഭാഗമായിട്ട് വീതികളിൽ മുഴുവൻ വർണ്ണാഭമായ പല ഘോഷയാത്രകളും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവർത്തകരും സായുധ പോലീസ് അംഗങ്ങളും ഒക്കെ കുഞ്ഞു ബാലികമാർ താലപ്പൊലിയായി വരുന്നുണ്ട്. അതുപോലെ ഈ കുത്തിയോട്ടത്തിനായി വരുന്ന ബാലകന്മാർ, ഏകദേശം 10-നും 12-നും ഇടയിൽ പ്രായമുള്ള അവരെല്ലാം ഒരുക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ എല്ലാം കാണാം. ഇവരെല്ലാവരും ഈ ഒരു ഘോഷയാത്രയുടെ ഭാഗമായിട്ട് പോകും. അവസാന ഒരുക്കമായിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഈ 2:30 നിവേദ്യം അർപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി പൊങ്കാല സമർപ്പണം പൂർത്തിയാകുന്ന ഒരു സാഹചര്യമാണ്. വീണ്ടും വൈകിട്ടാണ് ചടങ്ങുകൾ. പിന്നീട് അതിനുശേഷം ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് തിരിച്ച് നാളെ പ്രഭാത പൂജയും കഴിഞ്ഞാണ് ദേവിയെ പിന്നീട് തിരിച്ച് ഇങ്ങോട്ട് എഴുന്നള്ളിക്കുന്നത്. അതിനുശേഷം രാത്രി, അതായത് നാളെ പുലർച്ചെ 12:30 തിങ്കളാഴ്ച രാവിലെ മുഴുവൻ ഓരോ ചടങ്ങുകളാണ്. അതിനുശേഷം 12:30 കുരുതി തർപ്പണം. അതോടുകൂടി ഈ ഒരു പൊങ്കാല 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു
പൊങ്കാല സമർപ്പണത്തിന് പരിസമാപ്തിയാകും. ഇനി അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ്. കാരണം ദേവി ഒരു നോക്കു കാണുവാനും ഇതുപോലെ പൊങ്കാല അർപ്പിക്കാനും ഭക്തജനങ്ങൾ കാത്തിരിക്കുകയാണ്. പലരും ആഗ്രഹങ്ങൾ നേടിക്കഴിഞ്ഞവർ അമ്മയ്ക്ക് നന്ദി അർപ്പിക്കാൻ വരുന്നവരുണ്ട്, ദേവിയെ കണ്ട ഒരു നന്ദി അറിയിക്കാൻ വരുന്നവരുണ്ട്. വളരെ വൈകാരികമായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് നമ്മളിവിടെ കണ്ടത്. ചിലവർക്ക് ഇനിയും ആഗ്രഹ സഫലീകരണത്തിന് വരുന്ന കുറച്ച് പേരുണ്ട്. അങ്ങനെ പല പല ആവശ്യങ്ങളിലാണ് ഇത്രയധികം ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു പൊങ്കാല അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു കാഴ്ച നേരിട്ട് കണ്ടതിന്റെ ഒരു അനുഭവം ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്കും ഒരു അർപ്പണബോധത്തോടെയാണ് ഈ ഒരു വെയിലിനെയും ചൂടിനെയും ഒക്കെ അവഗണിച്ച് ഈ ഭക്തർ ഇവിടെ എത്തി ഈ പൊങ്കാല അർപ്പിക്കുന്നത് അമ്മയ്ക്ക് മുൻപിൽ. ഇനി ഏതായാലും കുറച്ച് മണിക്കൂറുകൾ, അതായത് 1.5 മണിക്കൂറുകളേ ഉള്ളൂ. ഇപ്പൊ ഏകദേശം 12 കഴിഞ്ഞിട്ടുണ്ട്. 2:30 ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അമ്മയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന അമ്മയ്ക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഈ നിവേദ്യങ്ങൾ, അതായത് പൊങ്കാലയെല്ലാം ഭദ്രമായി പൊടിയൊന്നും തട്ടാതെ, ഇപ്പൊ ചെറിയ കാറ്റ് വീശുന്നുണ്ട്, അപ്പോൾ ഈ അടുപ്പിലെ ചാരമെല്ലാം പാറി പറക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും അതിൽ വീഴാതെ അത്രയും പരിശുദ്ധിയോടെ അല്ലെങ്കിൽ പവിത്രതയോടെ ദേവിക്ക് സമർപ്പിക്കാനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിനൊപ്പം തന്നെ പലരും അടുത്ത വിഭവം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരട്ടപ്പം എല്ലാം ആവിയിൽ വെച്ച് പോയവരുണ്ട്. അവരെല്ലാം തൊഴാനുള്ള ക്യൂവിലാണ്. അവിടെയും വളരെ അധികം തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഇത് ഇത്രയും അധികം ലക്ഷക്കണക്കിന് ആളുകളാണ് വന്നെത്തിയിരിക്കുന്നത്. അവർക്ക് തൊഴാനുള്ള ഒരു സൗകര്യം, അതായത് ഒരു നോക്ക് കാണാനേ സാധിക്കുള്ളൂ എങ്കിൽ പോലും ഈ ഒരു പൊങ്കാലയിട്ട് അതിനുശേഷം അമ്മയെ ഒരു നോക്ക് കണ്ട് തിരിച്ചു വന്ന് വീണ്ടും 2:30 പൊങ്കാല സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മനിർവൃതി, അത് അവരുടെ കണ്ണിൽ നിന്നും അവരുടെ സംസാരത്തിൽ നിന്നും നമുക്ക് അടുത്തറിയാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് പൊങ്കാല സമർപ്പണത്തിന്.